Hey all, welcome to my YouTube channel. Welcome to my new vlog. അപ്പോൾ കുറേ നാളായാലും നമ്മൾ ഇരുന്ന് ഇങ്ങനെ ഒരു മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാനെന്ന് വിചാരിച്ചു ഞാൻ കുറേ കൊല്ലമായിട്ട് ഒരു 2 years ആയിട്ട് സൂക്ഷിച്ച് വെക്കുന്ന ഒരു സാധനമുണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മെയിൻലി ഗേൾസ് ഏറ്റവും കൂടുതൽ ഈ സാധനം കണ്ട് കൊതിച്ചിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അമ്മമാരോട് വഴക്കൊക്കെ ഇട്ടിട്ട് ഇത് മേടിച്ചതാ എന്നൊക്കെ കുറേ പറഞ്ഞ് നടന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്. ഇപ്പം ഉണ്ടോ? ഇപ്പം ഉണ്ടാവും. അപ്പോൾ അതെ, ഇതാണ് കേട്ടോ ഗൈസ് ആ സാധനം. ഇതെന്താണെന്ന് മനസ്സിലായോ? നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നോ നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ സാധനം? ഇതൊരു മേക്കപ്പ് സെറ്റാണ്. മേക്കപ്പ് ബോക്സ് ആണ് കേട്ടോ. ഇതൊരു ആപ്പിളിൻ്റെ ഷെയ്ഡാണ്. ആപ്പിളിൻ്റെ ഷേപ്പിലുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് എൻ്റെ കസിൻ ബ്രദർ അപ്പുച്ചേട്ടൻ ദുബായിൽ എവിടെ പോയപ്പോൾ എനിക്ക് കൊണ്ടുവന്നാണ് ഇട്ടത്. അപ്പോൾ തൊട്ട് ഞാനിത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് നൊസ്റ്റാൾജിയ അല്ലേ, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കുറേ ആഗ്രഹിച്ചൊരു സാധനം നമ്മൾ വലുതാകുമ്പോൾ കിട്ടുമ്പോൾ നമുക്കത് സൂക്ഷിച്ച് വെക്കാമല്ലോ. അതുകൊണ്ട് ഞാനിത് എപ്പോഴും സൂക്ഷിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ആപ്പിളിൻ്റെ ഷേപ്പാണ്. ഇതിൻ്റെ പല ഷേപ്പിലുള്ളതുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി വലുതാണ് ആപ്പിളിൻ്റെ ഷേപ്പുള്ളത്. വലുതൊക്കെയാണ് നമ്മൾ പണ്ട് കൊതിച്ചിരുന്നത്. പണ്ടൊക്കെ ഇങ്ങനെ ചെറുതുണ്ടായിരുന്നു. മൊബൈൽ ഫോണിൻ്റെ ഷേപ്പിൽ അങ്ങനെ പല ഷേപ്പിലുണ്ട്. അപ്പോൾ ഇതുപോലത്തെ മേക്കപ്പ് സെറ്റ് നിങ്ങളുടെ കയ്യിൽ ഏത് ഷേപ്പിലുള്ളതാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇത് തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത് വെച്ച് മാത്രം നമുക്കൊരു മേക്കപ്പ് ലുക്ക് ചെയ്താലോ? ഇപ്പം എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുണ്ടല്ലോ. കൺസീലർ ഫൗണ്ടേഷൻ എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതല്ലേ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇതിൽ അധികം സാധനമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് എൽച്ചർ അങ്ങനെ എന്താണ്, ഇത് മാഞ്ഞു പോയിട്ടോ, ഫെയ്ഡായിപ്പോയി. എൽച്ചർ അങ്ങനെ എന്താണ് ആപ്പിൾ മേക്കപ്പ് കിറ്റ് നട്ടോ. അപ്പോൾ ഇതൊരു ആപ്പിളിൻ്റെ ഷേപ്പാണ് കേട്ടോ. ഒരു റെഡ് കളർ. ഇങ്ങനെ അത് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇതിലൊരു മിററുണ്ട്. ഒരു വലിയ മിററൊക്കെ പൊടിയായിട്ടിരിക്കാം കേട്ടോ. ഇവിടെ ഒരു മിററുണ്ട്. പിന്നെ ഇത് കണ്ട്, ഇത് ഐ ഷാഡോ ആണ് കേട്ടോ. ഫസ്റ്റ് റോയിൽ ഫുൾ ഐ ഷാഡോ ആണ്. ഇത് മൊത്തം ഷിമ്മറി ഷെയ്ഡാണ് കേട്ടോ. ഈ ഐ ഷാഡോ ഫുള്ള് ഷിമ്മറി ആയിട്ട് ഷൈനിങ് ആയിട്ടുള്ള കേട്ടോ. ഇതൊരു കവർ ഉണ്ട് കേട്ടോ, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊരു പ്ലാസ്റ്റിക് കവറുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യുക രണ്ട് വശത്തോട്ട്. ഓക്കെ, ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇതിങ്ങനെയാണ്. കണ്ടോ? ഇങ്ങനെ 2 ലെയർ ആയിട്ട് സ്ലൈഡ് ചെയ്യാം കേട്ടോ. അയ്യോ, അപ്പം ഇങ്ങനെ ഞാൻ പിടിച്ചെല്ലാം കൂടെ താഴ്ത്തു പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ സാധനം. ഞാൻ ക്ലോസപ്പ് ആയിട്ട് വേറൊരു ക്ലിപ്പ് ആഡ് ചെയ്യാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊരു ക്ലിപ്പ് ആഡ് ചെയ്യാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിൽ മോസ്റ്റ്ലി ഉള്ളത് കുറേ ഐ ഷാഡോസ് ഉണ്ട്, പല കളറിൽ. ഓൾമോസ്റ്റ് എല്ലാ കളറിലും ഐ ഷാഡോ ഉണ്ട്. പക്ഷേ എല്ലാം ഷിമ്മറി ഇച്ചിരി ഷൈനിങ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. മാറ്റ് ഐ ഷാഡോ ഇല്ല. പിന്നെ വന്നത് 2 ലിപ്സ്റ്റിക്കാണ്. ഒന്നൊരു ഹൈലൈറ്റർ പോലെയാണ്, ലിപ്സ്റ്റിക് ആണെന്നുള്ള ഒരു ലിപ്സ്റ്റിക് ഒരു ഹൈലൈറ്റർ അങ്ങനെ എന്താണ്. പിന്നെ കോമ്പാക്റ്റ് ഉണ്ട്. കോമ്പാക്റ്റ് ആൻഡ് ബ്രോൺസർ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കോമ്പാക്റ്റ്, ഇത് ബ്രോൺസർ ആണെന്ന് തോന്നുന്നു. കാരണം ഇത് ഇച്ചിരി ഡീപ്പ് ഷെയ്ഡാണ്. അല്ലെങ്കിൽ ഇച്ചിരി ഡാർക്ക് സ്കിൻ ആയിട്ടുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇതൊരു പഫാണ് കേട്ടോ. ഇത് മസ്കാര, ഇത് ഐലൈനർ, ഇതൊരു വലിയ മിറർ. പിന്നെ ഇത് മൊത്തം ഐ ഷാഡോസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ ബ്രഷസ് ഉണ്ട്. നമുക്ക് ഇതിലത്തെ ബ്രഷസ് തന്നെ യൂസ് ചെയ്യാം. ഇതൊരു ബ്രഷ്, ഇത് ലിപ്പ് ലൈനർ ബ്രഷ്. ഇത് ലിപ്പ് ലൈനർ ആണ് കേട്ടോ. ഒരു ലിപ്പ് ലൈനർ കൂടെ ഉണ്ട് കുഞ്ഞിത്. പിന്നെ ഏറ്റവും അടിയിലായിട്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കണ്ടോ, ബ്ലഷസ്. 4 ബ്ലഷസ് ഉണ്ട്. ഷിമ്മറി ആൻഡ് മാറ്റ് ബ്ലഷസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പം നമുക്ക് ഇത് മാത്രം വെച്ചിട്ട് മേക്കപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കിയാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡിലേക്കൊന്ന് പോയിട്ട് വരാം. പണ്ടൊക്കെ ഇത് കിട്ടാനായിട്ട് എത്ര കൊതിച്ചിരുന്നതാ. അപ്പം ഇത് കിട്ടിയപ്പോൾ സൂക്ഷിച്ച് വെക്കാം. ഇപ്പം പിന്നെ ഇതാരും യൂസ് ചെയ്യില്ലല്ലോ. നമ്മൾ ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോ സാധനമൊക്കെ മേടിക്കില്ലേ. അപ്പോൾ മേക്കപ്പ് സെറ്റ് ഇഷ്ടമുള്ളവരും പണ്ടുണ്ടായിരുന്നവരൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ തന്നെ നമ്മൾ വേറെ നമ്മുടേതായിട്ടുള്ള കൺസീലർ ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ആദ്യം ഈ പഫ് എടുക്കാം. പണ്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പഫ് വെച്ചിട്ടാട്ടോ. ഇത് പല കളറിലെ പഫ്, പല ഷേപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് കോമ്പാക്റ്റ് യൂസ് ചെയ്യാം. നല്ല മണമാണ് കേട്ടോ ഇതിന്, ഭയങ്കര ഒരു മണം. ഇതിൽ തന്നെ കണ്ണാടി ഉള്ളതുകൊണ്ടിട്ട് നോക്കി മേക്കപ്പ് ചെയ്യാം. ഇത് നമുക്ക് മറ്റേ വായിലോട്ട് മൂക്കിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഇത് നമുക്ക് മേക്കപ്പിന് മറ്റേ മയം പൊത്തണ പോലെ ഉണ്ട്. ഇത് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. മറ്റേത് കൂടെ മിക്സ് ചെയ്താലോ?
അപ്പോൾ ഫാനില്ലാത്തതുകൊണ്ട് നല്ലോണം വേർക്കുണ്ട് കേട്ടോ. ഇത് മറ്റേ വേർപ്പും കൂടെ ആകുമ്പോൾ ഇച്ചിരി കട്ടൊക്കെ തന്നെ പെയിൻ്റ് അടിച്ച പോലെ ഇരിക്കും കേട്ടോ. ആഹാ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഇതൊക്കെ കണ്ടാൽ മേക്കപ്പ് സെറ്റ് മേടിച്ച് താന്ന് പറഞ്ഞ് തുടങ്ങും. കുഞ്ഞിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇട്ടത്. എൻ്റെ ഫോണിൻ്റെ ഉണ്ടായിരുന്നു, അതിന് 60 രൂപ 80 രൂപ അങ്ങനെ എന്തോ പറഞ്ഞു. എൻ്റെ കയ്യിൽ കുറേ ഷേപ്പിലുള്ള ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിലോട്ട് എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇതൊരു പിങ്ക് ഷെയ്ഡ് ഉണ്ട് കേട്ടോ. പിങ്ക് അണ്ടർടോണാന്ന് തോന്നുന്നു. ഒരു റോസ് പൗഡർ മിക്സ് ചെയ്താലോ. ക്യാമറയിൽ അധികം കാണുന്നില്ലെന്ന് തോന്നുന്നു. നല്ല കോമഡി ആയിട്ടുണ്ട്. പിങ്ക് ഇത് ഈവനായിട്ടൊന്നും അല്ല കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ കഴുത്തിലൊന്നും ഇടുന്നില്ല, കാരണം ഒന്നാമത് വേർപ്പായിട്ട് ഇരിക്കാം. ഓക്കെ, കണ്ണിൻ്റെ പൊക്കത്തിടണം. ഐഷാഡോ ഇടുമ്പോൾ അപ്പം നല്ല പോപ്പിംഗ് ആയിട്ടിരിക്കും. കണ്ണിൻ്റെ ഒക്കത്ത് കുറച്ചധികം ഇട്ട് കൊടുക്കാം കേട്ടോ, എന്നാലും ഐഷാഡോ ഇടുമ്പോൾ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം എന്നെ കാണാൻ എങ്ങനെയുണ്ട് ഗൈസ്? ഇച്ചിരി ഓവറായിട്ടുണ്ട്. ആഹാ, ഭയങ്കര റോസ് പൗഡർ മിക്സ് ചെയ്തിട്ട് ഇട്ടേക്കണ പോലെ ഉണ്ട്. പിന്നെ ഒരു പിങ്ക് ടിൻ്റ് ഉണ്ട് കേട്ടോ ഇതിനൊരു പിങ്ക് ഇച്ചിരി പിങ്കി ആയിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ ഈ ക്ലിപ്പൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഞാൻ മുടി ഒതുങ്ങിയിരിക്കാനായിട്ട് മേക്കപ്പ് ചെയ്യണതിന് മുന്നേ ഒന്ന് കെട്ടിയതാണ് കേട്ടോ. ഇതിന് ഭയങ്കര പിങ്ക് ഷെയ്ഡ് ഉണ്ട് ഗൈസ്, പക്ഷെ വലിയ കുഴപ്പമില്ല. ഇച്ചിരി പിങ്ക് റോസ് പൗഡർ ഇച്ചിരി മിക്സ് ചെയ്ത് മുഖത്തിട്ട പോലെ ഉണ്ട്. നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാണ്ട് ഈ സ്പോഞ്ച് കൊണ്ടിട്ട്. സ്പോഞ്ച് കുഴപ്പമൊന്നുമില്ല, നല്ല ഈവൻ ആക്കി കൊടുക്കാം കേട്ടോ. ഓക്കെ, കഴുത്തിൽ അപ്ലൈ ആണെങ്കിൽ ഇടാം കേട്ടോ. അപ്പം എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ലുക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ കോമ്പാക്റ്റ് അപ്ലൈ ചെയ്തിട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്, ഭംഗിയുണ്ട്. മാറ്റാണ്, കോമ്പാക്റ്റ് ആയിട്ട് മാറ്റാണ്. ഇതിൽ ഫൗണ്ടേഷൻ ഒന്നുമില്ല, നമുക്ക് കോമ്പാക്റ്റ് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. കണ്ട് ഇതിൽ തന്നെ ഒരു കുട്ടി ബ്രഷ് ഉണ്ട്. ബ്ലഷിനാന്ന് തോന്നുന്നു. പണ്ടെന്ന് വെച്ചാൽ പണ്ട് വല്ല 60s 90s 60s 50s പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തൊക്കെ ബ്ലഷിന് അപ്പം എന്താ പറയുക, റൂഷ് റോസ് പൗഡർ എന്നൊക്കെ പറയണം. അപ്പോൾ അവരിങ്ങനെ ബ്ലഷ് ഇടണം ബ്രഷാന്ന് തോന്നുന്നു. പക്ഷെ നമുക്കിതുകൊണ്ട് ഐ ഷാഡോ ഇടാം. ഏത് കളർ? ഇപ്പോൾ ബ്ലൂ അല്ലേ, നമുക്ക് ബ്ലൂ ഇട്ടാലോ? കയ്യും വെച്ചിടാം. കുറേ ബ്ലൂ ഉണ്ട് കേട്ടോ. ഈ ബ്ലൂ ഇട്ടാലോ? ഇതെൻ്റെ ഈ ഇതായിട്ട് മാച്ചിങ്. ഓക്കെ, നമുക്ക് ആ ബ്ലൂ ഇടാം. ഡാർക്ക് ബ്ലൂ പിഗ്മെൻറ്റഡ്. വാവ്, കണ്ണിൽ മൊത്തം ഇട്ട് കൊടുത്താലോ? പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ, നല്ല ഷിമ്മറി ഷെയ്ഡാണ്. ഷിമ്മറി അല്ല, ഇച്ചിരി ഷൈനി, വലിയ ഗ്ലിറ്റേഴ്സ് പോലത്തെ ഇതൊന്നുമില്ല. ഇച്ചിരി ഷിമ്മറി ആയിട്ടുള്ള. പണ്ടൊക്കെ ഡാൻസ് കളിക്കുന്നവരൊക്കെ പണ്ട് മാറ്റ് ഷെയ്ഡ്സ് ഒന്നും അധികം ഉണ്ടായില്ല എന്ന് തോന്നുന്നു. ഫുൾ ഷിമ്മർ ഷെയ്ഡ്സാണ് എല്ലാവരും ഇടുന്നത്, മിക്ക നടിമാർ. പിങ്ക് ഷിമ്മർ. ഓക്കെ, ഇതിപ്പോൾ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ഇച്ചിരി ഗ്രേയിഷ് പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ഇടിവെട്ട് ബ്ലൂ ഒന്ന് ഇടാം അതിൻ്റെ പക്കത്ത്. ബ്ലൂ ആണ് ഞാൻ ആദ്യം ഇടാൻ ഉദ്ദേശിച്ചു തോന്നുന്നു. വാവ്, ആ നമുക്ക് നടുക്കിട്ട് കൊടുക്കാം. നടുക്ക് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ഇത് അതേ അവിടെ തൂത്ത് വെച്ച്. ഓക്കെ, ഇനി നമുക്കൊരു സ്മോക്കി പോലെ ചെയ്താലോ? ഇതെന്താ, ഇത് ലിപ്പ് ലൈനർ ഇടണമെന്ന് തോന്നുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് എന്തായാലും ഈ ബ്ലാക്ക് ഷെയ്ഡ് ഇച്ചിരി എടുക്കാം. ഇത് ഷിപ്പറിയാണ് കേട്ടോ. നമുക്കൊരു സ്മോക്കി പോലെ ചെയ്യാം. ഒരു ഹാലോ ഐ പോലെ
ഇന്നർ കോർണറിലും ഔട്ടർ കോർണറിലും ബ്ലാക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇച്ചിരി ഒരു ഡെപ്ത് കിട്ടും. ഇന്നർ കോർണറിലും ഔട്ടർ കോർണറിലും ബ്ലാക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. ബ്ലാക്ക് അത്ര പിഗ്മെൻറ്റഡ് അല്ലെന്ന് തോന്നുന്നു. ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്യും കേട്ടോ ബ്ലാക്ക്. ആക്ച്വലി എൻ്റെ കയ്യിൽ വേറെ ഐഷാഡോ പാലറ്റൊന്നും ഇല്ല. ഇതിരിക്കണ കാര്യം ഞാൻ ഇടയ്ക്ക് മറന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ അധികം ഐഷാഡോ ലുക്സ് ഒന്നും ചെയ്യാത്തത്. കുറച്ച് ഐഷാഡോ പാലറ്റ്സൊക്കെ മേടിക്കണം. ഇപ്പോൾ ഒരു ഹാലോ ഐസ് ആയിട്ടുണ്ട്. ഇത് നല്ലോണം നല്ല ഫോളോ ഔട്ട്സ് ഉണ്ട് കേട്ടോ. അത് ഇവിടെയൊക്കെ ബ്ലാക്കായി ഇതിങ്ങനെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വീണാട്ടോ അവിടെ ഫോളോ ഔട്ട്സ് ഉണ്ടോ. അത് നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാം. ഇവിടെ പൊക്കത്തൊക്കെ കൂടി ഇച്ചിരി ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഓക്കെ, അത്ര മതി. ഇനി നമുക്ക് നമ്മുടെ ആ സ്പോഞ്ച് വെച്ചിട്ട് അതിന് മുന്നേ നമുക്കൊരു തുണി വെച്ചിട്ട് തുടക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് മൊത്തം കൊളാകും. ഓക്കെ, നിങ്ങൾക്കിത് ഷേപ്പിൽ വേണമെങ്കിൽ ഇച്ചിരി ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഇതിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി കൂടെ കോമ്പാക്റ്റ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് മേക്കപ്പ് ചെയ്യണം. എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം കുളമൊക്കെ ആകും, പക്ഷെ നമ്മളത് കറക്റ്റ് ചെയ്യുന്നതിലാണ് കാര്യം. പൊടിയൊക്കെ കൂടെ ഉണ്ടാക്കിയിട്ടോണല്ലോ. ഓക്കെ, അപ്പം നമുക്ക് താഴത്തു കൂടെ ബ്ലാക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ കണ്ണെന്തായാലും അടിച്ചു പോകും. ഇച്ചിരി സൂക്ഷിച്ച് കണ്ണിൻ്റെ ഉള്ളിലാക്കരുത് കേട്ടോ, പുറത്ത് മാത്രം. ഇങ്ങനെ പൊക്കത്തോട്ട് നോക്കാം. പൊക്കത്തോട്ട് നോക്കിയിട്ട് കണ്ണിൽ പോവാണ്ട് സൂക്ഷിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഇന്നർ കോർണറിലായിട്ട് ഇച്ചിരി കൂടെ ഒരു ലൈറ്റ് ബ്ലൂ ഹൈലൈറ്റിങ് ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്യാം. അതായത് ഈ ബ്രഷ് ഇങ്ങനെ തുടച്ച് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു പേപ്പറിൽ തുടക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ലൈറ്റ്, നല്ല ലൈറ്റ് കേട്ടോ, നല്ല ലൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. ഇതാണ് ഏറ്റവും ലൈറ്റ് ബ്ലൂ. ഈ ബ്ലൂ കണ്ടത്, ഈ ബ്ലൂ അപ്ലൈ ചെയ്യാം ഇന്നർ കോർണറിൽ. നല്ല ഹൈലൈറ്റിങ് ഷെയ്ഡായിട്ടിരിക്കും. ഒരു ഐസി ബ്ലൂ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഭയങ്കര പെയിലായിട്ടുള്ള ഒരു അക്വ. ഒരു ഫ്രോസൺ മേക്കപ്പാണിത്. കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇച്ചിരി കൂടുതലായിപ്പോയി തോന്നുകയാണെങ്കിൽ അഗെയിൻ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഷോ. ഓക്കെ, ഇച്ചിരി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, ഇച്ചിരി തുടച്ച് മാറ്റാം. ഓക്കെ, ഇപ്പം നല്ല ഭംഗിയില്ലേ ഇങ്ങനെ. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് കോണ്ടൂറിങ് ചെയ്താൽ ഇത് കോണ്ടൂർ പോലത്തെ ഒരു ഇച്ചിരി ഡാർക്ക് ഷെയ്ഡാണ്. ഇതാണ് നമ്മൾ ഫേസിൽ മൊത്തം ഇട്ട കോമ്പാക്റ്റ്. ഇച്ചിരി ഡാർക്കാണ്, അത് നമുക്ക് പറ്റുമോ നോക്കട്ടെ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എന്നാൽ നമ്മുടെ ഒരു സംതൃപ്തിക്ക് നമുക്ക് ചെയ്യാം.
അതൊരു ഡാർക്ക് ഷെയ്ഡ് കോമ്പാക്റ്റ് ആണ് കേട്ടോ, പ്രോൺസർ അല്ല. ഓക്കെ, അടുത്ത് നമുക്ക് ബ്ലഷ് ഇടാം. ഇതാണ് ബ്ലഷ് ഇടണത്. അപ്പം നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏത് ഷെയ്ഡ് അപ്ലൈ ചെയ്യണം? ഇത് ഭയങ്കര ഹോട്ട് പിങ്ക് ആണ് കേട്ടോ. ഒരു ബാർബി പിങ്ക്. ഇത് ഇച്ചിരി സാധാരണ ഒരു പിങ്ക്. ഇത് മാറ്റാണ്, ഇത് മാറ്റ് പിങ്ക് ആണ്. ഇത് ഇച്ചിരി പർപ്പിൾ അങ്ങനത്തെ കൂടെ അണ്ടർടോണുള്ളൊരു പിങ്ക് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഒന്നും കാണുന്നില്ലല്ലോ. നമുക്കിങ്ങനെ മിക്സ് ചെയ്തെല്ലാം കൂടി ഇടാം. അതിട്ടിട്ടൊന്നും കാണുന്നില്ല. ഇച്ചിരി ലൈറ്റ് ഷെയ്ഡ്, അപ്പോൾ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് ഇടാം. അത് ഇച്ചിരി ഇങ്ങനെ അറിയണ്ട. വാവ്, ദാറ്റ്സ് ഗുഡ്. നല്ലോണം പൊടി പറക്കുന്നുണ്ട് ഗൈസ്. നമ്മളിത് പഴയ സാധനം ആയിട്ട് ഈ മേക്കപ്പ് നിങ്ങൾ ഇപ്പോഴത്തെ മേക്കപ്പായിട്ട് കമ്പയർ ചെയ്യരുത്. ഒരു 80s 90s ബാർബി മേക്കപ്പായിട്ട് കമ്പയർ ചെയ്താൽ കേട്ടോ. വാവ്, അത് നല്ല പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. ഈ ബ്രഷ് വെച്ചൊക്കെ എങ്ങനെയാണ് പണ്ടുള്ളവർ ബ്ലഷ് ഇടുക, മൂക്കിലിടുക, എല്ലാം എടുത്തിട്ടോ. വാവ്. ഓക്കെ, അപ്പം ബ്രഷ് കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഇതിൽ ഐലൈനർ കേട്ടോ. ഇത് മസ്കാര. ഇത് കണ്ട ഗൈസ്, ഇതാണ് മസ്കാര കേട്ടോ. മസ്കാര കുഞ്ഞു മസ്കാരയാണ്. ഇത് മറ്റേ പഴയൊരു ഡാസ്ലറിൻ്റെ ഒരു 60 രൂപയുടെ ഒരു കുഞ്ഞു മസ്കാര ഉണ്ട്, അതുപോലെ ഇരിക്കണത്. നെക്സ്റ്റ് അതുപോലത്തെ തന്നെ ലൈനറാണ് കേട്ടോ. അത് മാഞ്ഞുപോയി. ഇത് മറ്റേ ബ്രഷ് ടിപ്പാണ് കേട്ടോ. ബ്രഷ് ടിപ്പല്ല, ഫെൽറ്റ് ടിപ്പില്ലേ, സ്കെച്ച് പെന്നിൻ്റെ പോലത്തെ, അതുപോലത്തെ ടിപ്പാണ് കേട്ടോ. ചെറുത്. അപ്പോൾ നമുക്കിത് വെച്ചൊന്ന് എഴുതി നോക്കാം. ഇത് വർക്കിംഗ് ആണോന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മസ്കാരയും ഐലൈനറും ഇനി അടുത്തത് എഴുതി കൊടുക്കാം. ഇത് ഡ്രൈ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ഡ്രൈ ആണ് ഗൈസ്. നത്തിങ് ഈസ് ദർ. ഓ ഇല്ല, ചെറിയൊരു വാല് തന്നെ ഉണ്ടോ, ചെറുതായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമുക്കൊരു വാല് മാത്രം വരച്ചു കൊടുക്കാം, അത് ഇതിൽ കൊണ്ട് പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് മസ്കാര കൊണ്ടുവന്നപ്പോഴേ ഡ്രൈ ആയിരുന്നു, അത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുഞ്ഞ് മസ്കാര ഉണ്ട്, ഡാസ്ലറിൻ്റെ ഒരു മസ്കാര ഉണ്ടായിരുന്നു 60 റുപ്പീസിൻ്റെ, അതുപോലെ ഉണ്ട്. Okay, mascara done. Next നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഈസ് ലിപ്സ്റ്റിക് ആൻഡ് ലിപ് ലൈനർ. അപ്പോൾ നമുക്ക് അതിന് യൂസ് ചെയ്യാം. നമ്മുടെ ലിപ് ബാം കളയാം. റെഡ് കളർ ലിപ് ലൈനറാണ്. റെഡ് കളർ, ബ്രൗൺ ആയിരുന്നെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാറ്. ഇത് മറ്റേ ചെറിയ കളർ പെൻസിൽ പോലെ തന്നെ ഇരിക്കണേ, കണ്ട കുഞ്ഞിത് നല്ല കുഞ്ഞിതാണ് കേട്ടോ. ഇത് റെഡാണ് കേട്ടോ, ഒരു ഹോട്ട് റെഡ് ഓറഞ്ച്. പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ, ആവണുണ്ട്.
ലിപ് ലൈനർ കൊള്ളാം, പക്ഷേ ഇങ്ങനെ നമ്മൾ വലിച്ചെഴുതണം, അങ്ങനെയാണെങ്കിലാവുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് പിഗ്മെൻറ്റേഷൻ എങ്കിലും ഉണ്ടല്ലോ. മസ്കാര പക്ഷേ ട്രൈ ആവുന്നത്, ഇത് കൊള്ളാം, കുഴപ്പമില്ല. റെഡ് ലിപ് ലൈനർ വേണമെങ്കിൽ ഇതെടുക്കാം. അടുത്ത ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഒരു റെഡും ഒരു ഷിമ്മറി ഷെയ്ഡുമാണ്. ഇത് നോക്കൂ, ഇതാണ് ഒരെണ്ണം. നമുക്ക് ലിപ് ലൈനറിൻ്റെ ബ്രഷില്ല, അപ്പോൾ നമുക്ക് കഴിച്ചെടുക്കാം. അത് ഇതാണ് കേട്ടോ, ഒരു ബ്രൗൺ ആണോ, ഗ്ലോസി. ഇതൊരു ഷിമ്മറിയാണ് കേട്ടോ. മറ്റേ മെഴുകുതിരി തേക്കണ പോലെ ഉണ്ട്. അയ്യോ, എന്ത് ഷൈനി, മറ്റേ റെട്രോ 90s. ഷൈനി നമുക്ക് ഇത് അതിലും പെയിലായിട്ടുള്ള, ഇതും കൂടെ നടുക്ക് ഇത് ഭയങ്കര പെയിൻ. ഞാനിത് ഹൈലൈറ്റർ ആണെന്നാട്ട് വിചാരിച്ചത്. നമുക്ക് ഹൈലൈറ്റർ ആയിട്ടിട്ടാലോ? ഇത് നോക്കിക്കോ, ഇത് ഹൈലൈറ്റർ ആണോ? ഇത് ഹൈലൈറ്റർ ആണോ, ഇത് ലിപ്സ്റ്റിക് ആണോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് ഹൈലൈറ്റർ ആയിട്ട് നല്ലോണം വർക്ക് ചെയ്യും. പണ്ടത്തെ ലിപ്സ്റ്റിക്കൊക്കെ ഇതുപോലെ ഷിമ്മറിയാണ്. ന്യൂഡൊരു ഷിമ്മറി ലിപ്സ്റ്റിക്കാണെന്ന് തോന്നുന്നു. എനിവേ നമുക്കിത് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല ഗ്ലോസി ആയിട്ടുണ്ട്, പക്ഷെ നല്ല വാക്സി ആയിട്ടുണ്ട് കേട്ടോ. അത് കൊള്ളാം, ഹൈലൈറ്റർ ആയിട്ടത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മേക്കപ്പ് കണ്ട് നമ്മൾ എല്ലാം യൂസ് ചെയ്തു. ആദ്യം നമ്മൾ ഐ ഷാഡോ യൂസ് ചെയ്തു, ആദ്യം നമ്മൾ കോമ്പാക്റ്റ് യൂസ് ചെയ്തു, പിന്നെ നമ്മൾ ഐ ഷാഡോസ് യൂസ് ചെയ്തു, പിന്നെ ബ്രോൺസർ, മസ്കാര, ഐലൈനർ, ലിപ് ലൈനർ, ബ്രഷസ് യൂസ് ചെയ്തു, പിന്നെ നമ്മൾ ബ്ലഷും യൂസ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫുൾ ലുക്ക് നോക്കാം. ഇതൊക്കെ തിരിച്ച് സെറ്റ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. എല്ലാവർക്കും ഇഷ്ടമായി. എന്ത് നൊസ്റ്റാൾജിയാണല്ലേ, കുട്ടിക്കാലത്ത് നമ്മൾ എത്ര ആഗ്രഹിച്ചതാണ്. ഇപ്പം നമ്മുടെ കയ്യിലിരുന്നപ്പോൾ നമ്മളത് യൂസ് ചെയ്യാറേ ഇല്ല. ഇനി വല്ല കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ കൊടുക്കാം അല്ലേ. ഗേൾ ബേബീസിന് എന്തായാലും പറ്റും, ഭയങ്കര ആഗ്രഹിച്ചൊരു സാധനമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മേക്കപ്പ് ലുക്ക്. ഈ ഒരു മേക്കപ്പ് സെറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തൊരു മേക്കപ്പ് ലുക്കാണ്. എല്ലാവർക്കും ഇഷ്ടമായോ? നമ്മുടെ ഹൈലൈറ്റർ നല്ല രസമുണ്ട്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ലിപ് ലൈനർ ഇഷ്ടമായി. ഹൈലൈറ്റർ ലിപ്സ്റ്റിക്കാന്ന് തോന്നുന്നു, പക്ഷേ നല്ല രസമുണ്ട്, ഇത് ഇഷ്ടമായി. മെയിൻ എനിക്ക് ഇഷ്ടമാവാത്തത് കോമ്പാക്റ്റും കുഴപ്പമില്ല, ബ്രോൺസർ പോലത്തെ ഒരു സാധനമുണ്ട്, അത് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡാണെന്നും. മസ്കാര ഐലൈനർ അത് മാത്രം എനിക്ക് ഇഷ്ടമാവാത്തുള്ളൂ. പിന്നെ കോമ്പാക്റ്റും കുഴപ്പമില്ല, അതിൻ്റെ വർക്ക് അത് ചെയ്യുന്നുണ്ട്, കണ്ടോ, കുഴപ്പമില്ല. ഐലൈനർ ആൻഡ് മസ്കാര അത് മാത്രം ട്രൈ ആയിട്ടുണ്ട്. പിന്നെ ഐബ്രോ എഴുതാനൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ എഴുതിയിട്ടില്ല. സാറില്ല, പണ്ടത്ര ഐബ്രോസ് അത്ര ഇതല്ലാന്നും. പണ്ട് ഭയങ്കര തിൻ ഐബ്രോസ് ആണെന്നല്ലോ, അങ്ങനെ ഡാർക്കായിട്ടൊന്നും എഴുതില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മേക്കപ്പ് സെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഏത് ഷേപ്പിലുള്ള മേക്കപ്പ് സെറ്റാണെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് ആരുടെ ഉണ്ടായിരുന്നെങ്കിൽ അത് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷൗട്ട് ഔട്ട് ഈസ് ഗോയിങ് ടു അപ്പുചേട്ടൻ. കാരണം അപ്പുചേട്ടനാണ് ഇത് മേടിച്ച് എനിക്ക് തന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു തമ്പനയിൽ എടുക്കട്ടെ.